എന്തേ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? ഇതിന് മറുപടി അർഹിക്കുന്നില്ലേ ഈ ചോദ്യങ്ങൾക്ക്? ശബരിമലയിലെ ഏറ്റവും വിശ്വാസികളും ജനങ്ങളും ഒട്ടാകെ വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോട് നോക്കിക്കാണുന്ന ഈ സംഭവത്തിൽ അവരുടെ ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? എന്താണ് സംഭവിച്ചത് എന്ന നിജസ്ഥിതി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് വേണ്ടത്. അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ശബരിമല വികസനത്തിന് വേണ്ടി വൻ കുതിച്ചുചാട്ടം നടത്താൻ പോകുന്നുവെന്ന് പറഞ്ഞവരോടാണ് ഞങ്ങളുടെ ചോദ്യം. അയ്യപ്പന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് കട്ടുകൊണ്ടുപോയതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ട് ആ കാര്യത്തിൽ ഉള്ളവർക്ക് ഉത്തരവാദിത്വമുള്ളവരെ പിടിച്ചു പുറത്താക്കിയിട്ട് വേണം വികസനത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക്. അല്ലെങ്കിൽ ആരോടാണ് ഈ പറയുന്നത്? ഇത് അങ്ങേയറ്റം അപലപനീയ കാര്യമാണ്. ഇതിനകത്ത് കേരള സമൂഹത്തിന് മറുപടി കിട്ടിയേ പറ്റൂ. മുഖ്യമന്ത്രി വാ തുറന്നേ പറ്റൂ. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരേൽപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്? ദേവസ്വം മാനുവൽ പോലും ലംഘിച്ചിട്ടാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ഈ കാര്യങ്ങൾ കേരള സമൂഹം അറിയണം, വിശ്വാസ ലോകം അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടായേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം നിർബന്ധ ബുദ്ധിയുണ്ട്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. മൂന്നാമതൊരാളെ ഉൾപ്പെടുത്തി സർക്കാർ ഇതിൽ മനഃപൂർവമായ കള്ളത്തരം കാണിച്ചു എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഇതിനകത്ത് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ 2019 ഈ സംഭവം 2019 കൊണ്ടുപോയി 4 കിലോ സ്വർണം കുറഞ്ഞിട്ടാണ് കൊണ്ടുവന്നെന്നാണ് പറഞ്ഞത്, തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ 2025 വീണ്ടും ഇത് കൊടുക്കുമ്പോൾ അതേ ആൾക്ക് സർക്കാരിന് ഒരു പങ്കുമില്ലേ? ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ലേ? സ്മാർട്ട് സൊല്യൂഷൻസിൽ എത്തിച്ചത് ചെമ്പുപാളി എന്നാണ്. അതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അവിടെ നമുക്കെല്ലാവരും കണ്ടത് 2000 ഉണ്ടായിരുന്നത് സ്വർണ്ണപ്പാളിയായിരുന്നു. അതെങ്ങനെ ചെമ്പുപാളിയായി? ഇതെല്ലാം ആളുകളുടെ മനസ്സിലുള്ള സംശയങ്ങളല്ലേ? ഈ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഈ ദേവസ്വം കമ്മീഷണറുടെ അവിടെ പോലീസ് ചേർന്നുള്ള ഒരു അന്വേഷണം വേണ്ടതില്ല. കാരണം ഇപ്പോൾ വിജിലൻസ് അന്വേഷണമാണ്, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ മുന്നിൽ വെച്ചല്ലേ ഇതെല്ലാം നടന്നിരിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ദേവസ്വം വിജിലൻസിനോട് ചോദിച്ചിട്ടാണോ ഈ സ്വർണ്ണപ്പാളി എടുത്തു കൊടുത്തത്? അവിടുത്തെ സ്വത്തല്ലേ ഇത്? ആ സ്വത്ത് എടുത്തു കൊടുക്കുമ്പം ദേവസ്വം വിജിലൻസിന് അഭിപ്രായം എടുത്തിട്ടുണ്ട്. അപ്പൊ ദേവസ്വം വിജിലൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഈ ദേവസ്വം വിജിലൻസിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ക്രൈംബ്രാഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടുള്ളത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്, പ്രൊയാക്റ്റീവായിട്ട്. ഞാൻ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു എൻക്വയറി കൊണ്ട് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. അത് ഏത് ഏജൻസി ആയാലും, ഏജൻസി ആയിക്കോട്ടെ, ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഇത് അന്വേഷിക്കണം. ഈ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. അവിടെ വന്ന കാണികൾ എല്ലാം പരിശോധിക്കേണ്ടി വരില്ല. അപ്പൊ അതിന് ഒരു ഓഡിറ്റ് പ്രഖ്യാപിക്കണം ഗവൺമെന്റ് അടിയന്തരമായിട്ടും. ശബരിമലയിലെ സ്വത്ത് എത്രയുണ്ട്, സ്വർണം എത്ര കിട്ടിയിട്ടുണ്ട്, പണം എത്രയുണ്ട്, ഈ കാര്യത്തിൽ ഒരു ഓഡിറ്റ് എത്ര വർഷങ്ങളിൽ ഓരോ വർഷവും വരുന്ന പണത്തിന്റെ കണക്കുണ്ട്. അത് ഏകദേശം വേഗമായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. അറിയാൻ താല്പര്യമുണ്ട്. കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. അവിടെ കാണിക്കിടുന്ന കൂട്ടത്തിൽ കേരളത്തിലെ ഭക്തജനങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ടും ഓഡിറ്റ് നടപ്പിലാക്കണം. ഈ മുഖ്യമന്ത്രി നയിക്കുന്ന പോലീസും അതിന്റെ സംവിധാനങ്ങളും തന്നെ ഈ സർക്കാരിനെതിരെയുള്ള ആരോപണം അന്വേഷിച്ചാൽ അതിൽ എന്തെങ്കിലും തെളിവ്? അതെന്തിനാ കള്ളനെ പിടിച്ചിട്ട് പിന്നെ പോലീസ് കള്ളനെ പിടിച്ചിട്ട് മോഷണം ഏൽപ്പിക്കുന്ന പോലെയല്ലേ, അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന പോലെയല്ലേ അത്? അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് ഒരു കാര്യമില്ല ആ കാര്യത്തിൽ. ഇതിനകത്ത് സർക്കാർ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് മൗനവ്രതത്തിലല്ലേ? 2019 തുടങ്ങിയതല്ലേ ഇത്?